കൊടും കുറ്റവാളികളുടെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളം. ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് എന്താണ്? പാലക്കാട് നെന്മാറയിൽ 2019 കൊല ചെയ്യപ്പെട്ട സുജാതയുടെ ഭർത്താവ്, ജാമ്യത്തിലിറങ്ങിയ പ്രതി, ഏതാനും ദിവസം മുൻപ് മാത്രം ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് സുജാതയുടെ ഭർത്താവായ സുധാകരൻ. സുധാകരനെ കൊല്ലുന്നത് കണ്ട് തടയാൻ വന്ന അമ്മ ഈ രണ്ടുപേരെയും വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു കളഞ്ഞ്. എന്താണ് കാരണം? പൊതുവെ പറയുന്നത് അയാളുടെ അന്ധവിശ്വാസമാണ്. അതായത് നിതംബം ഇട്ട് താഴേക്ക് വളർന്നിരിക്കുന്ന മുടി ചീത്ത ശകുനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. വെറുതെയാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് പണ്ട് ഈ കാരണത്തിന് വേണ്ടിയല്ല എങ്കിലും വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ചത്. ആ വിശേഷണം അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം മുടി അഴകാണ്. പിന്നെ മുടി അഴക് എന്നുള്ളത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. അത് എത്ര നീളത്തിൽ കിടന്നാലും അത് മുടി നീട്ടിയെടുക്കുക എന്നുള്ളത് തന്നെ പലരും കഠിന ശ്രമത്തിലൂടെ നടത്തുന്നതാണ്. അപ്പോൾ അതൊരു സൗന്ദര്യ ലക്ഷണമായിട്ട്, അതിനേക്കാൾ ഉപരി ആരോഗ്യകരമായ മുടി ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട് കൂടി കണക്കാക്കുന്ന ലോകത്ത് നമ്മളിങ്ങനെ നിതംബം മറഞ്ഞ് മുടി കിടന്നാൽ അത് ദുശകുനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസഞ്ചയം ഉണ്ടത്രേ. അതും ഈ ചെന്താമരയ്ക്ക് ആരാണ് ഈ തെറ്റായ ബോധം അടിച്ചേൽപ്പിക്കുന്നത്? ഒരു മന്ത്രവാദി. അപ്പം മന്ത്രവാദികൾ, നമുക്കറിയാം എന്തെന്ത് സംഭവങ്ങളാണ് മന്ത്രവാദികൾ വഴിയായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. എലന്തൂർ കേസ് ഒന്നും മറക്കാറായിട്ടില്ല. എന്ത് ഭീകരമായിരുന്നു എലന്തൂരിൽ സംഭവിച്ച മന്ത്രവാദി കഥകളും ഒക്കെ അടങ്ങുന്നത്. അതുപോലെ തന്നെ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു ചെറിയ വീട്, അതായത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നത് പോലെ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്, അവനവൻ്റെ അന്നത്തെ അപ്പത്തിന് നന്നായി അധ്വാനിച്ച് കഴിയുന്ന ഒരു കുടുംബം, അവരുടെ ഒരു ചെറിയ അടച്ചുറപ്പുള്ള വീട്. ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന 3 പേര് ഇതിനകം മരിച്ചു കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അയാൾ പറയുന്നത് 5 പേരാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അപ്പം സാധാരണ രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ ഇനി 2 പെൺകുട്ടികൾ കൂടിയാണ് അവിടെയുള്ളത്. ആ 2 പെൺകുട്ടികൾക്കും ഒരുപക്ഷെ അമ്മയെ പോലെ തന്നെ നീണ്ട മുടി ഉണ്ടായിരിക്കാം. അതായിരിക്കാം അയാൾക്ക് അവരെയും ഇരകളായി കാണാൻ, അവരെയും കൊല്ലണം എന്ന വാശി തോന്നാൻ കാരണം. അപ്പോൾ അങ്ങനെ ഭയത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഭയന്ന് അമ്മ വീട്ടിലായിരുന്നു ഈ 2 കുട്ടികളും താമസിച്ചിരുന്നത്. അവസാനം അച്ഛൻ പറഞ്ഞു, അങ്ങനെ അച്ഛനാണെങ്കിലോ, ഇപ്പോൾ കൊല്ലപ്പെട്ട അച്ഛനാണെങ്കിലോ വല്ലപ്പോഴും മാത്രം വീട്ടിലേക്ക് വരികയും ഡ്രൈവറായിട്ട് തമിഴ്നാട്ടിൽ ജോലി നോക്കി കുടുംബം പുലർത്തുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മക്കളോട് പറഞ്ഞു മുത്തശ്ശിയുടെ കൂടെ കഴിയുക, അവൻ ഇനി ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല, കോടതി ജയിലിലാണല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ജയിലിൽ നിന്നിറങ്ങി ഈ കൊടും ക്രൂരകൃത്യം ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വല്ലപ്പോഴും വന്നു പോകുന്ന സുധാകരനെയാണ് അപ്പോൾ കാത്തിരിക്കുകയായിരുന്നു. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എപ്പോൾ ഇയാൾ വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നടത്തിയ കൊലപാതകമാണ്. നമ്മൾ ഓർത്തു പോവുകയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം പിറന്ന പാലക്കാട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭ്രാന്താലയമായി മാറുന്നത് എന്ന്. ഇപ്പോൾ വരാൻ പോകുന്നു ബ്രൂവറി എലപ്പുള്ളി പഞ്ചായത്തിൽ. തീർച്ചയായും ബ്രൂവറി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇത്തരം ഭ്രാന്തന്മാരെ സൃഷ്ടിക്കാനായിട്ട് മയക്കുമരുന്നിനും മദ്യത്തിനുമുള്ള പങ്ക് ആരോടും പ്രത്യേകമായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. മദ്യവും മയക്കുമരുന്നും ശീലിക്കുന്നവരാണ് ഇത്തരം മന്ത്രവാദികളെ അപ്രോച്ച് ചെയ്യുന്നതും മന്ത്രവാദത്തിന് അനുസരിച്ച്, മന്ത്രവാദി പറയുന്നതിനനുസരിച്ച് കരുക്കൾ നീക്കുന്നതും. അല്ലാതെ സുബോധമുള്ളവരാരും ഇത്തരം പൊളിവചനങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വസിക്കുകയോ അതിനനുസരിച്ച് കരുക്കൾ നീക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് തൻ്റെ ജീവിതം മെച്ചപ്പെടുമെന്നും കരുതുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ചെന്താമരയ്ക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? മന്ത്രവാദി അയാളുടെ ജീവിതം രക്ഷപ്പെടുത്താനായിരിക്കാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഈ വിശ്വാസം അയാളിൽ കുത്തിവെച്ചത്.
പക്ഷേ ഈ വിശ്വാസത്തിന് എതിരായിട്ട് അയാൾ പ്രവർത്തിക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ അയാൾ തൂക്കിലൊക്കെ ഏറ്റപ്പെടും, അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടി വരും. എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ കുറ്റവാളികളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നത്? ആർക്കും ഭയപ്പാട് കൂടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കോളേജ് ക്യാമ്പസ്, അതായത് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ കുട്ടികൾ തമ്മിലുള്ള അടികലശൽ എന്ത് ക്രൂരമാണ്! എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ വിശ്വസിച്ച് എവിടേക്കെങ്കിലും പഠിക്കാൻ അയക്കാൻ കഴിയുന്നത്? അത്ര മൃഗീയമായ രീതിയിലാണ് കുട്ടികളെ താഴെയിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും അടിച്ചു കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കോടതി പോലും കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയം, അതായത് ഈ അടികലശൽ രാഷ്ട്രീയം നിർത്തിവെക്കണമെന്നാണ്. അങ്ങനെ, അതായത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ഇലക്ഷനും ഒക്കെ മാറ്റി നിർത്തുക നല്ലതാണ് തീർച്ചയായിട്ടും. അത് കോടതി പറഞ്ഞിട്ട് പോലും നമ്മുടെ ക്യാമ്പസുകൾ സമ്മതിക്കുന്നില്ല. രാഷ്ട്രീയ ചിന്ത വളർത്തിക്കോട്ടെ, രാഷ്ട്രീയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊള്ളട്ടെ. പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം പൊരുതി മരിക്കുന്നത്, പരസ്പരം പൊരുതുന്ന ശീലം ക്യാമ്പസുകളിൽ നിന്ന് തന്നെ മാറ്റിക്കളയേണ്ടതാണ്. എന്നിട്ടും ഇതൊക്കെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. സാധാരണ മക്കളെ സ്നേഹിക്കുന്ന പേരൻസ് ആരും കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയക്കില്ല ക്യാമ്പസ്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ധാരാളം കണ്ടിട്ടുള്ള ഞാൻ, ആ പരിസരത്തുള്ളവരും എല്ലാവരും ഇത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അതായത് കോൺഗ്രസിൻ്റെ ലേബൽ ഒട്ടിച്ച, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൈത്തറി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയോ പുരുഷനോ ക്യാമ്പസിനകത്ത് വന്നാൽ അവരെ കയ്യേറ്റം ചെയ്യുന്ന പ്രകൃതമാണ് യൂണിവേഴ്സിറ്റി കോളേജിന് അന്നും ഇന്നും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജ് ക്യാമ്പസുകൾ എന്താണ് നമുക്ക് നമ്മുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അനുരണനങ്ങളായിരിക്കാം ചെന്താമരയെ പോലെയുള്ളവർ ഈ അന്ധവിശ്വാസങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഇങ്ങനെയൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവരും നന്നായിട്ട് വിലസി നടക്കുകയാണ്. അവർക്ക് ഒരു കൈവിലങ്ങ് വെക്കാനോ അവരെ ജയിലഴിക്കുള്ളിലാക്കാനോ അല്ലെങ്കിൽ കഴുമരം വാങ്ങിക്കൊടുക്കാനോ ഉത്സാഹിക്കാത്ത ഭരണകൂടങ്ങളാണ് കേരളത്തിലുള്ളത്. എനിക്ക് ഇതും ഇതിലപ്പുറവും ചെയ്തിട്ടും ഇവിടെ സുഖമായി കഴിയാൻ കഴിയും എന്ന് കരുതുന്നത് കൊണ്ടാണ് ചെന്താമരന്മാർ ഇങ്ങനെ ഉടലെടുക്കുന്നതും ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നതും. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവർക്കുണ്ടാകുന്ന അതായത് എൻ്റെ നാട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗുണ്ട വിളയാട്ട കേന്ദ്രമായി മാറരുത്, ഇവിടെ സമാധാനവും ശാന്തിയും ഉണ്ടാവണം, ആർക്കും ഇവിടെ സുരക്ഷിതരായിട്ട് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ഒരു ചിന്ത മനുഷ്യരിലേക്ക് കുത്തിവെക്കുവാൻ കഴിയണമെങ്കിൽ, ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഭരണകൂടങ്ങൾ അത്രയധികം ശക്തമായ നിലപാടുകൾ എടുത്ത് ഇത്തരം തെറ്റുകളെ തിരുത്തുകയും, അതായത് ക്യാമ്പസിനകത്തായാലും അതുപോലെ തന്നെ നെന്മാറ പോലെ ഒരു സ്ഥലത്തായാലും, നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് നെന്മാറയെ മാത്രം കുറ്റപ്പെടുത്തണ്ട. എത്ര അമ്മയെ കൊന്ന്, ഞാൻ മയക്കുമരുന്ന് കഴിച്ചിട്ടല്ല കൊന്നത്, സുബോധത്തോടെയാണ് അമ്മയെ കൊന്നത് എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു മകനെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. പകലോ രാത്രിയോ ഒരു സ്ത്രീക്ക് തന്നെ പുറത്തിറങ്ങാൻ പോലും ഭയമാകും എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് എല്ലാവർക്കും സുരക്ഷിതത്വം, സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ എന്നൊക്കെ പറഞ്ഞാണ് ഗവൺമെൻറ് ഭരണം മുന്നേറുന്നത്. അതിനുവേണ്ടി കൈകോർക്കൽ തൊട്ട് എന്തെല്ലാം പരിപാടികൾ ഇവിടെ നടത്തുകയുണ്ടായി. പക്ഷേ സ്ത്രീകളെ ശബരിമലയിൽ വിടാനുള്ള ശ്രമം, ഇങ്ങനെ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇതൊക്കെ വെറുതെ മിനുക്കുപണികൾ മാത്രമായിരുന്നു. ഇതൊന്നും ആത്മാവുള്ള തീരുമാനങ്ങളായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇത്ര മോശമായ ഒരവസ്ഥയിലേക്ക്, അതായത് ഇപ്പോഴത്തെ ഗവൺമെൻറ് 8 വർഷം ഭരിച്ചപ്പോഴേക്കും കേരളം ഒരു കുരുതിക്കളമായി മാറിയിരിക്കുകയാണ്. കൊച്ചുകുട്ടികളെ പുറത്തേക്ക് വിടാൻ നിവൃത്തിയില്ല, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് അയക്കാൻ നിവൃത്തിയില്ല, വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. അതായത് ഒരു തെറ്റും ചെയ്യാതെ വീട്ടിലിരുന്നാലും മരണം നമ്മെ മാടി വിളിച്ച് മരണം കൊണ്ടുവരുന്ന ക്രിമിനൽസ് വിളയാടുന്ന നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കേരളം ഇങ്ങനെ മാറാനുണ്ടായ കാരണങ്ങൾ? പല കാരണങ്ങൾ നമുക്ക് ഇതിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒന്നാമത്തെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്,
മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമാണ്. 2015-16 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കേരളത്തിൽ 37% പുരുഷന്മാരും 1.6% സ്ത്രീകളും മദ്യസേവകരാണ് എന്ന്. പക്ഷേ 2019-20 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എടുത്തു നോക്കിയാൽ ഇതിന് കുറച്ച് മാറ്റം വരുന്നുണ്ട്. അതായത് 37% പുരുഷ മദ്യപരുടെ ശതമാനം 19.9% കുറഞ്ഞിരിക്കുന്നു. അതായത് 37%-ൽ നിന്ന് 2015-16 37% പുരുഷന്മാരാണ് മദ്യപരായിരുന്നത് എങ്കിൽ അത് 19.1% കുറഞ്ഞിരിക്കുന്നു 2019-21 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. 5 വർഷം കൊണ്ട് ഇത്രയധികം കുറവ്, അങ്ങനെ കുറവ് വന്നു. അതുപോലെ സ്ത്രീകളുടെ ആണെങ്കിൽ 1.6-ൽ നിന്ന് 0.2%-ലേക്ക് കുറഞ്ഞിരിക്കുന്നു സ്ത്രീകളുടെ മദ്യപാനം. സ്ത്രീകൾ മദ്യപിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ നമുക്ക് അധികവും മിക്ക സ്ത്രീകൾക്കും അത്ഭുതമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മദ്യപാനത്തിൽ കുറവ് വന്നിരിക്കുന്നു? അത് ഒട്ടും വിശ്വസിക്കാൻ വയ്യ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വിശ്വസനീയമായ ഒരു ഹെൽത്ത് സർവേ ആണ്. അത് ദേശീയ തലത്തിൽ നടത്തപ്പെടുന്നതാണ്. പക്ഷേ ഈ കണക്കിൽ വന്നിരിക്കുന്ന മാറ്റം 37%-ൽ നിന്ന് 19%-ലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ഒരു സംശയം നമുക്ക് ഉരുത്തിരിയാവുന്നത് ഇത് മാത്രമാണ്. ഈ മദ്യം വേണ്ട എന്ന് വെക്കാൻ പല കാരണങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന്, അമിതമായ വിലക്കയറ്റം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മദ്യത്തിന്റെ വില കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ മദ്യത്തിനേക്കാൾ എളുപ്പം ലഹരിക്ക് അടിപ്പെടാവുന്ന മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ, അതാണല്ലോ മയക്കുമരുന്ന്. കനാബിസ് അഥവാ കഞ്ചാവുണ്ട്, അതിൻ്റെ പല വകഭേദങ്ങളുണ്ട്. വില കുറഞ്ഞ രീതിയിൽ, അതുപോലെ വീട്ടിൽ തന്നെ ഒരു ചെടിച്ചട്ടിക്കകത്തൊക്കെ നട്ടു വളർത്തി വേണമെങ്കിൽ അത് സേവിക്കാൻ പറ്റും. അങ്ങനെ തന്നെയല്ല അതിൻ്റെ മറ്റു വകഭേദങ്ങൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉന്മാദകരമായത്. അപ്പൊ അങ്ങനെയുള്ളതിലേക്കുള്ള മാറ്റമാണോ എന്നാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അല്ലാതെ ഈ 2015-16 ശേഷം മദ്യപാനത്തിൽ കുറവ് വന്നു, മദ്യപാനികൾ മദ്യപാനം വിട്ട് നല്ല ജീവിതത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 8 വർഷക്കാലം എന്നൊക്കെ പറയുന്നത് മദ്യപരുടെ വിളഞ്ഞാട്ട കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മദ്യപരുടെയോ മയക്കുമരുന്നുകാരുടെയോ അത്രയധികം ക്രിമിനൽ സ്വഭാവമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്രയധികം മയക്കുമരുന്നാണ് കേരളത്തിലേക്ക് വരികയും പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മദ്യത്തിൽ നിന്ന് പിന്മാറി, അപ്പോൾ 37% മദ്യപരായിരുന്നത് 19.9% മാറി എന്ന് പറയുന്നത് യഥാർത്ഥ വസ്തുതയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണ്ടെത്തലാണ്. അതിൽ മായം ചേർക്കാൻ അവർ സാധാരണ ശ്രമിക്കില്ല. പിന്നെ അവർ എവിടെ നിന്നാണ് സാമ്പിൾ എടുത്തത്, എത്ര സാമ്പിളാണ് എടുത്തത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ക്വാളിറ്റി. സാധാരണ ദേശീയ ഫാമിലി ഹെൽത്ത് സർവേ ന്യായമായ രീതിയിൽ സർവേ നടത്തുന്ന ഒരു ഏജൻസിയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഇത് കൊണ്ടുവരും എന്ന് നമുക്ക് വിശ്വസിക്കുക ദുഷ്കരമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ് ഈ പറയപ്പെട്ടവരൊക്കെ ഇവിടെ മദ്യത്തിന്റെ വില അമിതമായി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിലേക്ക്, കഞ്ചാവ് അല്ലെങ്കിൽ അതിൻ്റെ വില, മറ്റ് വകഭേദങ്ങൾ, വില കുറഞ്ഞ് ലഹരി സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വകഭേദങ്ങൾ, കഞ്ചാവിൻ്റെ വകഭേദങ്ങളിലേക്ക് MDMA തൊട്ട് ഒരുപാടുണ്ടല്ലോ. ഒരു തരി മാത്രം വായിലിട്ടാലും പിന്നെ ലഹരിക്ക് ആകാവുന്ന തരത്തിലുള്ളതൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിലേക്കുള്ള മാറ്റമായിരിക്കാം ഒരു പക്ഷേ ഈ തരത്തിലെ മദ്യപരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ഈ പൈസ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ 2023 കണക്കനുസരിച്ച് ന്യൂ ഇയർ ദിവസം തന്നെ 818.21 കോടിയുടെ മദ്യമാണ് കേരളത്തിൽ ചെലവായിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയാം തിരുവോണത്തിന്, അതുപോലെ ക്രിസ്മസിന് ഒക്കെ വലിയ തോതിൽ അന്ന് യഥാർത്ഥ മദ്യപരല്ലാത്തവരും ഒന്ന് മദ്യപിച്ച് ഉല്ലസിക്കാം എന്ന് കരുതി രംഗത്തിറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുന്നവരുടെ കാരണം കൊണ്ട് പിന്നെ 1000 കോടിയിലധികം മദ്യം വിൽക്കുന്നു, 918 കോടി വിൽക്കുന്നു. ഈ തരത്തിലാണ് ഓരോ കണക്കുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കണക്കുകൾ വരുമ്പോഴും നമുക്കറിയാം
മദ്യപരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്ന്. ഈ 37% നിന്ന് 19% പോയി എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഇത്ര കോടികളുടെ മദ്യം ഒരു ദിവസം കൊണ്ട് തന്നെ ചെലവഴി 1000 കോടിയിലധികം രൂപയുടെ മദ്യം ഒറ്റ ദിവസം കൊണ്ട് ചെലവായി പോവുക, അതും ഒക്കെ ഇത്ര അസംഭവ്യമായ കാര്യങ്ങളാണ്. രണ്ടായാലും ഈ മദ്യപാനവും മയക്കുമരുന്നും കേരളത്തിൽ വർദ്ധിച്ചു. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് എന്ത് തന്നെയും ആകട്ടെ, അത് അവരുടെ പാളിച്ചയായിട്ട് മാത്രം നമുക്ക് കണ്ടാൽ മതി. അല്ലെങ്കിൽ മദ്യത്തോടൊപ്പം നമുക്ക് മയക്കുമരുന്നും കൂടി കൂട്ടിച്ചേർക്കാം. മദ്യവും മയക്കുമരുന്നും കഴിക്കുന്ന, അതിന് അടിമയായി കഴിഞ്ഞ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ഒരുപക്ഷെ അടിമയായി കഴിഞ്ഞവരെ നമുക്കറിയാം. ഇതിനു മുൻപ് നടത്തിയ പല സർവേകളും സ്കൂൾ കുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമയായി കുട്ടികളെ തന്നെ പുഷർമാരാക്കി ഇതിന്റെ മയക്കുമരുന്ന് ഏജൻസ് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് 18 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ 12 വയസ്സിന് മുകളിലുള്ളവർ വരെ അത് കഴിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള കണക്കുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മദ്യവും മയക്കുമരുന്നും ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രവാസം തന്നെയാണ്. അതായത് വലിയ ശ്രേഷ്ഠ ചിന്തകരും എഴുത്തുകാരും സാമ്പത്തിക ശാസ്ത്ര വിശാരദരും ഒക്കെ പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ്. അതായത് ഭർത്താവും ഭാര്യയും ചേർന്ന് തുടങ്ങുന്ന ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഒരു ദീർഘകാലത്തേക്ക് വേണ്ടി തുടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ദീർഘകാലത്തേക്ക് ഒരു കൂട്ടായ്മ അങ്ങനെ സൃഷ്ടിക്കുന്നത്? അതായത് ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ ഒത്തുചേർന്നാണ് ഈ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെയൊക്കെ വിവാഹ വേദികൾ നമുക്കറിയാം. അതെന്തിനു വേണ്ടിയാണ്? അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന്, അതായത് ഒരു സംരംഭം തുടങ്ങുന്നത് പോലെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ എന്തിനാണ് അങ്ങനെ ഒരു കൂട്ടായ്മ, ലോങ് ടേം കൂട്ടായ്മ സൃഷ്ടിക്കുന്നത്? അതായത് കുട്ടികൾ ഉത്തമ പൗരന്മാരായി വളർന്നു വരണം. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും ശിക്ഷണവും കിട്ടി വേണം കുട്ടികൾ അങ്ങനെ വളർന്നു വരാൻ. അതിനു വേണ്ടിയാണ് ഈ ലോങ് ടേം കമ്മിറ്റ്മെന്റ് അഥവാ വിവാഹം എന്ന ഉടമ്പടി, ദീർഘകാല ഉടമ്പടി, മരണം വരെയും എന്ന് പറഞ്ഞാണ് ആ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അപ്പൊ ആ ഉടമ്പടിയിൽ ഈ പ്രവാസം, വളരെയധികം പ്രവാസികൾ, കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് വ്യക്തികൾ പ്രവാസത്തിലേക്ക് പോവുകയും അവര് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത്. കുടുംബം രക്ഷപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നാടും രക്ഷപ്പെടും. അങ്ങനെയാണ് ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നത് കൊണ്ടാണ് പ്രവാസത്തിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ല പ്രവാസത്തിലേക്ക് പോകുന്നത്. ഭർത്താവ് പോയി, ഒരുപക്ഷെ ഭർത്താവ് മാത്രം അവിടെ ജോലി ചെയ്യുന്നു, അപ്പൊ ഭാര്യയും കുട്ടികളും ഇവിടെ. ഇനി ഭർത്താവും അല്ലെങ്കിൽ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു, ഭർത്താവും കുട്ടികളും ഇവിടെ. ഭർത്താവും ഭാര്യയും ഒന്നിച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, നമുക്കറിയാം. കുട്ടികളും അവരുടെ കൂടെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമാണ് ഗ്രാൻഡ് പേരൻസിന്റെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ചു പോവുക, മിക്കവാറും അവരോടൊപ്പം. അപ്പം അതല്ല കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഒന്നുകിൽ ഫാദർ ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ മദർ ഗൾഫ് കൺട്രീസിൽ, എന്നിട്ട് അവർ സമ്പാദിക്കുന്നു. ആ സമ്പാദിക്കുന്ന പണം കൊണ്ട് ഇവിടെ സ്വത്തുമൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ കുട്ടികളുടെ ശിക്ഷണം, അതായത് പ്രകൃതി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ അച്ഛനും അമ്മയ്ക്കും കൂടിയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അച്ഛനും അമ്മയും കൂടി വേണം ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ. അങ്ങനെ വളർത്തിയെടുക്കേണ്ട സ്ഥാനത്ത് ഒരാള് മാത്രമായിട്ട് വളർത്തിയെടുക്കുമ്പോൾ കുട്ടികൾ ചെല്ലുവിളി ഇല്ലാതെ, അനുസരണയില്ലാതെ, അതായത് ആൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അമ്മമാരെ ധിക്കരിച്ച് എന്ത് കാര്യത്തിനും കൂട്ടുകൂടാനും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെ പെൺകുട്ടികളും ഒരു പക്ഷെ അങ്ങനെയൊക്കെ തന്നെ പോയെന്നിരിക്കാം. അതിൻ്റെയൊക്കെ ഒരു തിക്ത ഫലമാണ് ഇവിടെ കൂടുതലായിട്ട് മയക്കുമരുന്ന്, മദ്യപാനം ഇതൊക്കെ തുടങ്ങുന്നത്. ക്യാമ്പസിലെ കലുഷിതമായ അന്തരീക്ഷത്തിന്റെയും ഒരു കാരണം ഇത് തന്നെയാണ്. ഈ പ്രവാസികള് നമുക്ക് അയക്കുന്ന പണം എന്ന് വെച്ചാൽ നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന് 30-32% വരെ അയച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞു. കാരണം ഒരുപാട് പ്രവാസികൾ തിരിച്ചു വന്നു, അത് കാരണം കൊണ്ട്. അപ്പം അങ്ങനെ നമ്മളെ താങ്ങി നിർത്തി, കേരള സമ്പദ്ഘടനയെ താങ്ങി നിർത്തി ഇപ്പോഴത്തെ ഈ ഫിസ്ക്കൽ ക്രൈസിസിന്റെ തന്നെ, അനിതര സാധാരണമായ ഫിസ്ക്കൽ ക്രൈസിസിന്റെ തന്നെ ഒരു കാരണം ഒരുപാട് പ്രവാസികൾ തിരിച്ചു പോന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. ഇപ്പൊ പ്രവാസത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലേക്കോ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലേക്കോ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ
പോകാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയിലേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെയുള്ള ദേശങ്ങളിലേക്കാണ്. അപ്പം അവിടേക്കൊക്കെ പോകുന്നവരെ പോലെയല്ല ഈ ഗൾഫ് കൺട്രീസിലേക്ക് പോയിരുന്നവരാണ് നമ്മുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയിരുന്നവര്. അങ്ങനെ പോയിരുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു. പിന്നെ സമ്പദ്ഘടനയ്ക്കുള്ള താങ്ങൽ കുറഞ്ഞു, നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസും കൂടി. ആ നന്ദിയോടെ വേണം നമ്മൾ പ്രവാസികളെ പറ്റി പറയാൻ. പക്ഷേ പ്രവാസികളുടെ കുടുംബത്തിന് പല പ്രവാസികളുടെയും കുടുംബത്തിന് പറ്റിയിരിക്കാവുന്ന ഒരു സാധ്യതയാണ്. ഇതൊരു സർവേ നടത്തി കണ്ടുപിടിച്ച് ഞാൻ തെളിയിക്കുകയല്ല, ഈ സാധ്യത ഞാൻ പറയുകയാണ്. അച്ഛനും അമ്മയും കൂടി വളർത്തേണ്ട കുട്ടികളെ ഒരാൾ മാത്രം വളർത്തുമ്പോൾ അവരുടെ ശിക്ഷണത്തില് എല്ലാത്തിലും അവർക്ക് കിട്ടുന്ന സ്നേഹ പരിപാലനങ്ങളിലൊക്കെ കുറവ് വരുന്നു. ആ കുറവ് നികത്താൻ അവർ വേറെ ഇടങ്ങൾ കണ്ടെത്തിയേക്കാം. അതൊക്കെ ആകാം ഇതുപോലെയുള്ള ക്രിമിനൽ വാസന കേരളത്തിൽ വളർന്നു വരാൻ ഒരു കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിൽ വന്ന് 40 ലക്ഷത്തിലേറെ ഇപ്പോഴും അന്യസംസ്ഥാനം, അതായത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ പാടിയതുപോലെയാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം എന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറിയത് കൊണ്ട് എന്ത് വേണം? അവരെ മിക്കവാറും പേര് അവരുടെ കുടുംബത്തെ നാട്ടിലിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ഉയർന്ന കൂലി അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അവർക്ക് ഒരു ചെലവുമില്ല ഇവിടെ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? 1 ഇന്ത്യ 1 പെൻഷൻ ആ സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഈ കേരളം. എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കേണ്ടതാണ്, പക്ഷെ എല്ലായിടത്തും ഒന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷെ കേരളത്തിൽ അത് ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ റേഷൻ അവർക്ക് ഇവിടെ ഇരുന്നും വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ റേഷൻ മേടിക്കാൻ പോലും പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അവർ മേടിക്കുന്ന കൂലി ഒരു മാസം ഉണ്ടാക്കാവുന്ന പണം അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. ആ വീട് സംരക്ഷിക്കപ്പെടുന്നു, സാമ്പത്തികമായിട്ട് ആ വീട് മെച്ചപ്പെടുന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ കുടുംബം അവിടെയാണ് എന്നുള്ള ഒരു അനിശ്ചിതത്വം, ഏകത്വം അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, എത്ര വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയാണ് പിന്നെ ആലുവായില് കൊന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തേണ്ടി വന്നത്. അതുപോലെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെയൊക്കെ കേരളം അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ അധികപ്പറ്റാണ്. അവരെ നമ്മൾ അധികപ്പറ്റായിട്ട് എങ്ങനെ തിരിച്ചയക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിൽ ജനിച്ചു വളർന്ന് 10ാം ക്ലാസ് പഠിച്ചു അല്ലെങ്കിൽ 8ാം ക്ലാസ് പഠിച്ചു പോയി എന്ന് വിചാരിച്ച് തൂമ്പ എടുത്ത് കിളച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവനവന്റെ വീട്ടിൽ 10 തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിന്റെ മൂട് കിളയ്ക്കാനും തേങ്ങ കയറി ഇടാനും ഒക്കെ അവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. കുടുംബശ്രീ വനിതകൾ തേങ്ങ ഇടുമല്ലോ, അതുപോലെ ഏത് പെൺകുട്ടിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അവള് ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ PhD എന്തൊക്കെ ഡോക്ടറോ എന്തോ ആയിക്കൊള്ളട്ടെ, അപ്പോഴും ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട ഏത് ജോലിയും അവർക്കൊക്കെ ചെയ്യാവുന്നതാണ്, അർഹിക്കുന്ന കൂലി മേടിക്കാവുന്നതുമാണ്. അങ്ങനെ മലയാളികൾ തന്നെ മലയാളക്കരയിലെ ജോലി ചെയ്താൽ അവരുടെ ആരോഗ്യവും മെച്ചപ്പെടും. അവർക്ക് 60+ പോപ്പുലേഷൻ ആകുന്ന സമയത്ത് 60 കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വാർദ്ധക്യം പ്രാപിക്കാതെ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോ ഈ തരത്തിലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ തന്നെ സന്തോഷകരമായിട്ട് ആലിംഗനം ചെയ്ത് നിർത്തേണ്ട കാര്യമില്ല. അത് മാത്രവുമല്ല, കേരള ഗവൺമെന്റിന് വലിയ അപരാധം ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളോട്. എന്താണത്? തൊഴിലില്ലാത്തവർക്ക് വേതനം, തൊഴിലില്ലായ്മ വേതനം. തൊഴിലില്ലായ്മ ഗവൺമെന്റിന്റെയും കൂടി ഒരു കുഴപ്പമാണ്. പക്ഷെ ഈ 40 ലക്ഷം തൊഴിലാളികൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ജോലി ചെയ്യുന്ന തൊഴിലല്ലേ? ആ തൊഴിലെന്താ ഇവിടുത്തെ മലയാളികൾക്ക് ചെയ്തു കൂടാത്തത്? അപ്പൊ ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുക എന്നുള്ളത് നിർത്തലാക്കുക. കേന്ദ്രത്തോട് പണം കൂടുതൽ ചോദിക്കുകയും കടം മേടിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. ഇവിടുത്തെ അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ തൊഴിലില്ലായ്മ വേതനം നിർത്തലാക്കിക്കൊണ്ട് അവരോട് പാടത്തിറങ്ങിയും പറമ്പിലിറങ്ങിയും കിളയ്ക്കുകയും മറ്റു ജോലികളും ചെയ്യാൻ ആവശ്യപ്പെടണം. അവർ 60+ പോപ്പുലേഷൻ ആണെങ്കിലും 10-70 വയസ്സ് വരെ സുഖമായിട്ട് ആർക്കും ജോലി ചെയ്യാം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ മാറുകയാണെങ്കിൽ ഇത്ര ക്രിമിനൽ സ്വഭാവം കേരളത്തിൽ വളർന്നു വരികയില്ല. കേരളത്തിൽ ഇപ്പോൾ ആർക്കും, അതായത് 60 കഴിഞ്ഞവരാകട്ടെ 70 കഴിഞ്ഞവരാകട്ടെ 2 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് പോലും ഇവിടെ ഇരിക്കാൻ വയ്യ. അച്ഛനും അമ്മയും അടുത്തില്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കേരളം ക്രിമിനൽ സ്വഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ
അതിൻ്റെ കാരണം കണ്ടെത്തി അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ തയ്യാറാകണം. അപ്പൊ ഇങ്ങനെ ഇത്തരം ചില ഇഷ്യൂസ് വളരെ ഗൗരവത്തോടെ കേരളം കണ്ടില്ലെങ്കിൽ കേരളം ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ആകും പോകുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇപ്പോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒഴുക്ക്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കെയർ ഇക്കോണമിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് പോകുന്നവരാരും തിരിച്ചു വരാൻ പോകുന്നവരല്ല. അവർക്ക് പൗരത്വം കിട്ടുമെങ്കിൽ അവിടെ ജീവിക്കാൻ വേണ്ടി പോകുന്നവരാണ്. ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൂടുതൽ വർദ്ധിക്കാൻ സാധിക്കും. ഒരു തരത്തിലുള്ള ജനത്തിനും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതൊരു അപകട നാടായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ വേണ്ടത്ര നടപടികൾ എടുക്കുക. അതിൽ ഗവൺമെന്റ് അലംഭാവം കാണിച്ചാൽ ഈ ഗവൺമെന്റ് അല്ല, ഇതുപോലെ വരാനിരിക്കുന്ന ഗവൺമെന്റുകളും ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും.